ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ കലാപരിപാടി നിർമ്മിക്കാനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. രാവിലെ തന്നെ വെള്ളം കഴിഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് 2 കുപ്പി വെള്ളം പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെയല്ല, വെള്ളത്തിന് പൈസ കൊടുക്കണം. 5 രൂപ, ഒരു കുപ്പിക്ക് 5 രൂപ. ചോറ് വയ്ക്കാം. നമുക്ക് തേങ്ങ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. കടയ്ക്ക് പോവാം ഗൈസ്. അപ്പം ഞങ്ങൾ കടയിൽ പോകാനിറങ്ങി. ഞങ്ങൾ എവിടെ പോയാലും ലുങ്കി വിടില്ല എന്ന ഭാവത്തിലാണ് എൻ്റെ ഭർത്താവ് നടക്കുന്നത്. ഫോട്ടോസ് കാണണ്ടല്ലോ, പ്രശ്നമാവും. ഞങ്ങൾ എടുക്കില്ല, വേണ്ട, നീ എന്നെ തിന്നോ. നമ്മളെ നോക്കിക്കൊണ്ടൊരു പട്ടിക്കുട്ടി ഓടി വരുന്നുണ്ട്. നമ്മളെ നോക്കിയിട്ടാണോ? അല്ല. ഹായ് ബൈ. നമ്മുടെ അടുത്ത പട്ടിക്കുട്ടി. ഇറങ്ങി നിർത്തിരി. എന്താണ് വെള്ളത്തിൻ്റെ സപ്ലൈ ചെയ്യുന്നത്? ഇതാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ പോയി തന്നെ ഇവിടെ നമുക്ക് വലിയൊരു പുഴ കാണാം. നടക്കാവാ, ഇത് കൂടെ നടക്ക്, ഇപ്പത്തെ കൂടെ. നേരെ കാണുന്നതാണ് കട. ആ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഇതാണ് ഗൈസ് ഇവിടുത്തെ അമ്പലം. ഗൈസ് അൽമരം നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. അവിടെ എത്തിയതും ഒരു മാംഗോ ജ്യൂസ് കുടിച്ചു. ഇതാണ് ഇവിടുത്തെ നമ്മുടെ അവിടെ മുളയ്ക്കണ പോലത്തെ കുഞ്ഞു, പക്ഷേ ഇത് തിന്നാൻ പറ്റില്ല. ഇത് വലുതാവും മഴക്ക്, അപ്പോൾ വലുതാവും. നമ്മൾ വെള്ളത്തിൽ വീണ്ടും കളിക്കാൻ പോകണം. ഡേ കാലിങ്ങനെ എടുത്ത് വെക്കടി പോന്നതാ, നോക്കുതാ ഇങ്ങനെ വെള്ളം ഇളക്കാണ്ട്. പൊന്നു ഇങ്ങനെ ഇളക്കാൻ എടുത്ത് വെക്കാറില്ല, ഇങ്ങനെ പോണത്. അപ്പോൾ എൻ്റെ ഭർത്താവ് ചളിവെള്ളത്തിൽ കൂടെ എങ്ങനെ നടക്കാം എന്ന പ്രാക്ടീസ് എനിക്ക് ചെയ്തു തരുമായിരുന്നു. പിന്നെ നടക്കുന്ന വഴിയിൽ ഇതാ കാണുന്ന 2 മരം ചെമ്പരത്തി മരമാണ്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ലേ. പിന്നെ ഈ മരം എന്തിൻ്റെയാണെന്നറിയില്ല, പക്ഷെ അതിൻ്റെ കായ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ടു. ഇതാണ് ഒരു പഴം, എന്തിൻ്റെയാണെന്നറിയില്ല. കണ്ടോ? പെട്ടെന്നാണ് ഞാൻ അവിടെ ഒരു മലയാളിയെ കണ്ടത്. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കാണുന്ന പോലെ മലയാളിയെ കണ്ടപ്പോൾ ഒരു ആക്രാന്തമാണ്. അപ്പോൾ കുറച്ച് നേരം അവരുടെ വീട്ടിൽ പോയി ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ 2 പ്രാവുകൾ വന്നു. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ. നമ്മളങ്ങനെ വീടെത്തി. ചോറ് റെഡിയായി. ഇവിടുത്തെ തേങ്ങ ഗൈസ്, ഇതാണ് ഇവിടുത്തെ തേങ്ങ. ഇതല്ലാണ്ട് ഇവിടുന്ന് തേങ്ങ നല്ലത് കിട്ടും, പക്ഷെ ഇന്ന് പോയപ്പോൾ ഇതാ കിട്ടി. സമയം വല്ലാതെ വൈകിയത് കൊണ്ട് എളുപ്പത്തിലൊരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മോര് കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ബൈ ഗൈസ്. തേങ്ങ അരച്ചത് ഇതിലോട്ട് ചേർത്താൽ ഞാനിപ്പോൾ തൈരൊക്കെ വേണ്ടി ഓഫാക്കി വെച്ചിരിക്കുകയാണ്. നല്ല കട്ട തൈര് എടുക്കുക, മിക്സിയിലിട്ട് അടിക്കാം. ശേഷം ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി മോര് കറിയും ചമ്മന്തിയും.
റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ ആയിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു 4 മണിയായപ്പോൾ ഞാൻ ചായ വെച്ചു. ആൾക്ക് ബൂസ്റ്റ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Boost is the secret of my energy. ആൾക്ക് ബൂസ്റ്റും എനിക്ക് കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത്തിരി ഗ്ലാമർ ഇരിക്കട്ടെ കൊണ്ടാണ് കുപ്പി ഗ്ലാസ് എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ സാധാ ഗ്ലാസ് തന്നെയാണ് കുടിക്കുക കേട്ടോ. കേട്ടോ ആൾക്ക് ചായ കൊടുത്തതിന് ശേഷം ഞാൻ കാപ്പിയാണ് കുടിക്കുന്നത്. ആളേതോ സിനിമയിലെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പം ഒന്ന് നടക്കാൻ ഇറങ്ങി. ആകെ കിട്ടുന്ന ഒരു ദിവസമായതുകൊണ്ട് വൈകുന്നേരത്തെ എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങി. അപ്പോൾ വഴിയിൽ വെച്ചൊരു കുട്ടിയെ കണ്ടു. ഇവിടുത്തെ ഗുണ്ടയാണെന്ന് തോന്നുന്നു ആ കുട്ടീനെ കണ്ടിട്ട്. ഇവിടുത്തെ വൈകുന്നേരത്തെ ക്ലൈമറ്റ് കാണാൻ നല്ല രസമാണ്. മഞ്ഞയാണോ ഓറഞ്ചാണോ എന്നറിയില്ല, ഒരു നല്ല ഭംഗിയുള്ള കളറാണ് വരിക. പിന്നെ ഇവിടെ കാണുന്ന കാൽപാദങ്ങളെല്ലാം മലയാളികളുടെയാണ്. ഇത് നമ്മുടെ പുതിയ ടോപ്പൊക്കെ നല്ല എല്ലാവരും ഒന്നിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ച് ഓവറായി നടന്നുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഗൈസ്.